നോമ്പ് നോറ്റിട്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ഉണ്ടാക്കിയെടുക്കാമെന്ന് ആലോചിച്ചിരിക്കണോ എന്നാൽ ഓടി വരൂ, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബജിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കപ്പളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 കപ്പളവിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വേപ്പില ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് ചെറുത കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്, അതൊന്ന് ഒടിച്ചു പാർന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. 240 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് എടുത്തു വെച്ച ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തന്നെ അതേ കപ്പിൽ 1 കപ്പ് അളവാണ് വെള്ളം എടുത്തിട്ടുള്ളത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിപ്പൊടിയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബജിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. 240 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു കട്ടിയിലാണ് വേണ്ടത്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഓരോന്നായിട്ട് നുള്ളിയിട്ട് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളല്ലേ ഈ ഒരു ബജി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അങ്ങനെ ഇതാ നന്നായിട്ട് തന്നെ 2 സൈഡും കുക്കാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും കളറൊന്നും മാറൊന്നുമില്ല. പക്ഷേ എങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബജിയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ലേ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് വറുത്ത് കോരാം. അങ്ങനെ ഞാൻ 2 പ്രാവശ്യമായിട്ട് മുഴുവനായിട്ട് ഇവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ഇങ്ങനെ ചിക്കനും അതും ഇതുമായിട്ടുള്ള പൊരിക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് പൊരിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.